വിവോയുടെ Vivo V21e 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Vivo V21e 5G എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ വരിക, അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമ്മൾ സ്പെസിഫിക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ Vivo V21e 5G എന്ന ഫോണിൽ 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ amoled ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേയിൽ HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് റിപ്പോർട്ട്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് വരും. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 800 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ amoled ഡിസ്പ്ലേക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പക്ഷേ കൂടിയ റിഫ്രഷ് റേറ്റോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസ്പ്ലേ അതുപോലുള്ള ഫീച്ചേഴ്സൊന്നും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വരില്ല. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. ഈ ഫോണിൽ mediatek dimensity 700 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഇതേ ഒരു പ്രോസസ്സറാണ് മുമ്പ് Realme 8 5G അതുപോലെ തന്നെ Poco M3 Pro ഇതുപോലുള്ള ഫോണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോണുകളൊക്കെ 15,000 രൂപ 14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഫോണുകളാണ്. ഈ ഒരു ഫോൺ അങ്ങനെ ആയിരിക്കില്ല, ഇത് കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക. പിന്നെ അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഓഫ്ലൈൻ ഫോണായിരിക്കും. പിന്നെ ഈ ഫോണിൽ 8 GB റാം വരും. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ വിവോയുടെ ചില ഫോണുകളിലൊക്കെ കാണുന്ന എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം എന്നുള്ളത് 11 GB റാമായിട്ട് മാറും. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാം ആയിരിക്കും വരിക. അതുപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നതായിരിക്കും. Android 11 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ 64 മെഗാ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ 8 മെഗാ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2 മെഗാ മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു 2 മെഗാ സെൻസേഴ്സൊക്കെ വെറും വേസ്റ്റാണ്. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ലാത്ത സെൻസേഴ്സൊക്കെ എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മറ്റ് ബ്രാൻഡുകളും ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ 32 മെഗാ സെൽഫി ക്യാമറ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഈ ഫോണിൽ 4000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ തിക്നെസ്സും കുറയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജൂൺ 24-നാണ് ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില വാർത്തകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വില 24,990 രൂപയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമല്ല ഈ ഫോണിൽ വരുന്നത്. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.